ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ എൻ്റെ കൂടെ എല്ലാവരും ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, മെസ്സേജ് ആക്കി ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്, അതായത് നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് എന്നോട് ചോദിക്കാം. ഓക്കെ, ഇന്നലെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ബ്രീത്തിങ്ങിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ വാമപ്പിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും മാറ്റിന്റെ ഭാഗത്തേക്ക് വരാം. നമ്മൾ നിൽക്കേണ്ട രീതിയുണ്ട്, അതായത് നമ്മുടെ കാൽ വിരൽ ഉള്ളിലേക്കും കീഴ്ഭാഗം പുറത്തേക്കുമായി ഈ രീതിയിലാണ് നിൽക്കേണ്ടത്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പെൽവിക് ഓപ്പൺ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും നിന്നിട്ട് ശീലിച്ചിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ നിൽക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോസ് ഉള്ളിലേക്കാക്കാം, ഹീല് പുറത്തേക്കും, ഈ രീതിയിലേക്കാണ് നിൽക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും നമ്മൾ ഈ രീതിയിൽ നിൽക്കാൻ ശ്രമിക്കാം. നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കാതെ ചെറുതായി ഒന്ന് അകത്തേക്ക് ടോസ് എടുക്കാം, ഹീല് ചെറുതായി ഒന്ന് പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ പെൽവിക്കിന്റെ ഭാഗം ഉള്ളിലേക്കാവും. ഓക്കെ, ഇനി കാൽപാദം നല്ലപോലെ മാറ്റിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം. കാൽപാദം നല്ലപോലെ ടൈറ്റൻ ചെയ്യാം. അപ്പം നമ്മുടെ ഈ മുട്ടിന് ചുറ്റുമുള്ള മസിൽസ് ടൈറ്റ് ആവുന്ന പോലെ ഫീൽ ആകുന്നുണ്ടാവും. ഓക്കെ, കാൽപാദം നല്ലപോലെ പ്രസ് ചെയ്യാം. അപ്പൊ നീ ടൈറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ആവും. ഇനി നമ്മൾ ഈ അടിവയറ്റിന്റെ ഭാഗത്തുനിന്ന് ചെറുതായി ഒന്ന് ടച്ചിങ് ചെയ്യാം. ഓക്കെ, ഷോൾഡർ റോൾ ചെയ്ത് ബാക്കിലേക്ക് എടുക്കാം. ടോൾ ആൻഡ് സ്ട്രോങ് ആയിരിക്കാം. കാൽപാദം നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു, അതുപോലെ തന്നെ നമ്മൾ അടിവയറ്റിനും ചെറുതായിട്ട് ഒന്ന് ടച്ചിങ് ചെയ്തു. ഓക്കെ, ഷോൾഡർ ബാക്ക് ചെയ്തു, കൈയൊക്കെ കുറച്ച് അകറ്റി വെച്ച് സ്ട്രോങ് ആയി വന്നു. ഓക്കെ, ബ്രീത്തിങ് നോർമൽ ആയിരിക്കണേ. നമ്മൾ പോസ്റ്റർ മാത്രം ഹോൾഡ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഇപ്പോൾ ടൈറ്റ് ഫീൽ ചെയ്യുന്നതായി തിരിയുന്നുണ്ടാവും. നിങ്ങൾക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കാം, ഹോൾഡ് ചെയ്യാം. ബ്രീത്തിങ് നോർമൽ. 1 2 3 4 5 6 7 8 9 10. ടൈറ്റ് ചെയ്തതെല്ലാം ലൂസ് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഒരു സെറ്റും കൂടി ചെയ്യാം. ടൂസ് ഇൻ, ഹീൽ ഔട്ട്. നമ്മുടെ വിരലുള്ളിലേക്കും ഹീല് പുറത്തായി നിൽക്കാം. കാൽപാദം നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കാം. അപ്പൊ മുട്ടിന് ചുറ്റുള്ള മസിൽസ് ടൈറ്റ് ആവുന്നത് പോലെ ഫീൽ ആവും. ടക്കിൻ യുവർ അബ്ഡമൻ, നമ്മൾ അടിവയറ്റുന്ന് ചെറുതായി ഉള്ളിലേക്ക് എടുക്കാം. ഷോൾഡർ റോൾ ബാക്ക്, ടോൾ ആൻഡ് സ്ട്രോങ്. Face and shoulder completely relaxed. Breathing normal. Hold. 1 2 3 4 5 6 7 8 9 10. Slowly release. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. പിന്നെ അടുത്തത് ഹെഡ് മൂവ്മെന്റ് ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ, എക്സേൽ ഡൗൺ. 5 times ചെയ്യാം. ഓക്കെ, അടുത്തതിന് സൈഡ് ടു സൈഡ് ചെയ്യാം. ശ്വാസം എടുക്കാം, ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക് പോവാം. ശ്വാസം എടുത്തുകൊണ്ട് സെന്ററിലേക്ക് ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് അഗെയിൻ, എക്സേൽ, സൈഡിലേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. ഇൻഹേൽ സെന്റർ, എക്സേൽ സൈഡ്. ഇൻഹേൽ സെന്റർ, എക്സേൽ സൈഡ്. നമ്മൾ തലഭാഗം എവിടെയാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് നോക്കാൻ ശ്രമിക്കാം. Inhale center, exhale side. 5 times ചെയ്യാം.
Okay, relax. Breathe in, breathe out. നമുക്ക് സൈഡ് ബെൻഡ് ചെയ്യാം. ഓക്കെ, ഇൻഹേൽ സെന്റർ, എക്സേൽ സൈഡ്. ഇൻഹേൽ സെന്റർ, എക്സേൽ സൈഡ്. നമ്മുടെ തല മാത്രം മൂവ് ചെയ്യുക, ബോഡി ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല. തല മാത്രം ബെൻഡ് ചെയ്യാൻ ശ്രമിക്കും. നന്നായി ചെയ്യേണ്ട, ചെറുതായി ഒന്ന് ഈ ഭാഗത്തേക്ക് സ്ട്രെച്ച് കൊടുക്കാം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം സ്ട്രെച്ച് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്യും. ഓക്കെ, ഇൻഹേൽ, exhale, inhale, exhale. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. അടുത്ത നമുക്ക് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 1. ഇൻഹേൽ ചെയ്തുകൊണ്ട് നല്ലപോലെ മുകളിലേക്ക് എടുക്കാം, ബാക്കിലേക്ക് എടുക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി തിരിച്ച് റിവേഴ്സ് ചെയ്യാം, പുറത്തേക്ക് ഉള്ളിലേക്ക് എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, അടുത്തത് എൽബോ റൊട്ടേഷൻ. അതിനായി രണ്ട് കൈയും ഷോൾഡറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് രണ്ട് കൈമുട്ടും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. എക്സേൽ ചെയ്തുകൊണ്ട് താഴോട്ടേക്ക്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 1, 2. നിങ്ങൾക്ക് ഇത് തട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രീതിയിലേക്ക് ചെയ്താൽ മതി, റൊട്ടേഷൻ ചെയ്താൽ മതി. 4, 5, 6, 7, 8, 9, 10. തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, ഇനി ഇൻഹേൽ ഓപ്പൺ, എക്സേൽ ക്ലോസ്. സ്റ്റാർട്ട്. 1, 2, 3. Inhale, exhale. 4, 5, 6, 7, 8, 9, 10. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ലൂസ് ആക്കി വിടാം. ഓക്കെ, അഗെയിൻ റൈറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ഉള്ളിലേക്ക് എടുക്കാം, എക്സേൽ പുറത്തേക്ക്. ഇൻഹേൽ, എക്സേൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Breathe in, breathe out. കൈ ചെറുതായിട്ട് വേദനിക്കും, അത് മസിൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളതായിരിക്കും. കൈ ലൂസാക്കി വിടാം. കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ക്ലോസ് ചെയ്യാം, എക്സേൽ ഓപ്പൺ ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. 1, 2, 3,
4, 5, 6, 7, 8, 9, 10. Relax. Breathe in, breathe out. നല്ലപോലെ കൈ ചെയ്ത് വിടാം. ശ്വാസം നല്ലപോലെ എടുത്തു വിടാം. ഓക്കെ, കൈ ഈ രീതിയിലേക്ക് സൈഡിലേക്ക് വെക്കാം. സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഭാഗത്താണ് നമുക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഭാഗത്തേക്ക് ചെരിച്ചു വെക്കാം. റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫേസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കാം. ഹോൾഡ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly release. Change other side. റൈറ്റ് ലെഫ്റ്റിലേക്ക് വെക്കും. ലെഫ്റ്റ് ഹാൻഡോട് സ്ട്രെച്ച് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കും. ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Slowly. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, ഇനി സൈഡ് ബെൻഡ് ആണ്. Inhale up, exhale down. Inhale and exhale. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി കാലക്കിടയിൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാം. ഓക്കെ, ഹിപ്പ് റൊട്ടേഷൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. Inhale and exhale. Inhale, exhale. കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Relax. Breathe in, breathe out. Inhale and exhale. Okay, and opposite. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Breathe in, breathe out.
Inhale and exhale. Okay. ഇനി ഒരു സൈഡ് മാത്രം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Change other side. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in, breathe out. Okay. ഒരു കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഒരു കൈ മാത്രം മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. കാൽ ബാക്കിലേക്ക് എടുക്കാം. ഇതിപ്പം ഈ രീതിയിലേക്ക് തട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. ചേഞ്ച് ചെയ്യാം. മറ്റേ സൈഡ് ചെയ്യാം. കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓപ്പോസിറ്റ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ബോഡിക്ക് റിലാക്സ് കൊടുക്കാം. Inhale and exhale. ഓക്കെ. രണ്ടും സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Breathe in, breathe out. ശ്വാസം എടുത്തു വിടാം. ഓക്കെ. അടുത്തത് കാലിന്റെ സൈഡിലേക്ക് സ്ട്രെച്ച് കൊടുക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Change. Backലേക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. Inhale and exhale. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാട്ട് ആണ്. അതിനായി കാൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ. കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഒന്നെങ്കിൽ ഈ രീതിയിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ രീതിയിലേക്ക് കൊണ്ടാൻ നോക്കാം. കൈ രണ്ടും ക്ലബ് ചെയ്ത്. ഓക്കെ. നമ്മൾ അടിവായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടച്ചിങ് ചെയ്യാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇരിക്കാം. എക്സേൽ മുകളിലേക്ക് സ്ലോലി. അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ
നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ചെയറിൽ ഇരിക്കൂലേ, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മള് ചെസ്റ്റിന്റെ ഭാഗം ഫ്രണ്ടിലേക്ക് എടുക്കാതെ നമ്മുടെ ബാക്കിലേക്ക് എടുത്ത് ഇരിക്കാൻ ശ്രമിക്കാം. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇനി അടുത്തത് ഇത് തന്നെ ഒരു സെറ്റും കൂടി ചെയ്യാം. സ്ക്വാട്ട്. നമ്മൾ അടിവയറ്റിന്ന് ടെക്കിൻ ചെയ്യാം. കാലുകൾക്കിടയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ, കൈ രണ്ടും ക്ലബ് ചെയ്യാം. ഇരിക്കാം. 1 2 3 4 5 6 7 8 9 10. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുക്കാം. പതിയെ ശ്വാസം വിടാം. ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വോളിലാണ്. വോൾ സപ്പോർട്ട് കൂടിയാണ്. അതിനായി നമ്മുടെ കാണാൻ പറ്റുന്നില്ലേ, രണ്ട് കൈയും വോൾ സപ്പോർട്ട് കൊടുക്കാം. കൈ രണ്ടും നല്ലപോലെ പ്രസ് ചെയ്യാം. ഓക്കെ, ഒരു കാല് ബാക്കിലേക്ക് എടുക്കാം, മറ്റേ കാലം ബാക്കിലേക്ക് എടുക്കാം. നല്ലപോലെ കൈ പ്രസ് ചെയ്യാം. കാല് കുറച്ച് മുന്നോട്ടേക്കും വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ നന്ന ബാക്കിലേക്കും പോകാൻ പാടില്ല. നമ്മുടെ കാല് 90 ഡിഗ്രി ആംഗിളിലേക്ക് ഇരിക്കണം. അതായത് നമ്മൾ ബട്ടക്സിന്റെ നേരെ താഴെ പുഷ് ചെയ്യാം. നല്ലപോലെ പുഷ് ചെയ്യാം. ബട്ടക്സ് ഉള്ളിലേക്ക് വയറിന്റെ ഭാഗം ഉള്ളിലേക്ക് എടുക്കാം. നല്ലപോലെ ബട്ടക്സ് പുഷ് ചെയ്യാം, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഹോൾഡ് ദ പോസ്റ്റർ. ബ്രീത്തിങ് നോർമൽ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Slowly forward. Breathe in, breathe out. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ല? എന്തെങ്കിലും കറക്ഷൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊരു സെറ്റും കൂടി ചെയ്യാം. ഓക്കെ, കൈ രണ്ടും നല്ലപോലെ മുകളിലേക്ക് പ്രസ് ചെയ്യാം. ബാക്കിലേക്ക് ഓരോ കാലായി എടുത്തു വെക്കാം. 90 ഡിഗ്രി ആംഗിളിലേക്ക് ബാക്കിലേക്ക് കാല് കൊണ്ടുവരാം. നമ്മുടെ ബട്ടക്സ് നല്ലപോലെ ബാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കാം. സ്ട്രെച്ച്. ഹോൾഡ്. 1 2 3 4 5 6
7, 8, 9, 10. Slowly forward. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. Breathe in, breathe out. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ വോൾ സപ്പോർട്ട് കൂടി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കാല് 60 ഡിഗ്രി വോളിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം, ഹീലിന്റെ ഭാഗം. ഓക്കെ, 60 ഡിഗ്രി വോൾ സപ്പോർട്ട് കൂടി ഹീലിന്റെ ഭാഗം ചിരിച്ചു വെക്കാം നമ്മുടെ കാൽഭാഗം. ഓക്കെ, നേരെ മുമ്പിൽ കാലെടുക്കാതെ സൈഡിലേക്ക് കാലെടുക്കാൻ ശ്രമിക്കാം. ഈ രീതിയിലേക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പെൽവിക്കിന്റെ ഭാഗം നേരെ ആക്കാം. ഓക്കെ, ഹിപ്പിന്റെ അവിടെ കൈ കൊടുക്കാം. നമ്മൾ ഈ അടിവായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടെക്കിങ് ചെയ്യാം. ഓക്കെ, പെൽവിക്ക് തിരിച്ചു തന്നെ വെക്കാം. ഷോൾഡർ ബാക്ക് ചെയ്യാം. ഓക്കെ, മുട്ടിന് പ്രഷർ വരുന്ന ആൾക്കാർ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹോൾഡ്. 1, 2, നമ്മുടെ ബാക്കിലെ കാലാണ് സ്ട്രെച്ച് കൊടുക്കേണ്ടത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. റിലാക്സ്. നമ്മൾ ബെൻഡ് ചെയ്യാം ഈ രീതിയിൽ. 1, നമ്മൾ നേരത്തെ ഹോൾഡ് ആണ് ചെയ്തത്, ഇപ്പോൾ ബെൻഡ് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ചേഞ്ച് ചെയ്യാം, മറ്റേ കാല് ചെയ്യാം. 60 ഡിഗ്രി കാല് ചെരിച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ കാല് ഫ്രണ്ടിലേക്ക് എടുക്കാം. വോൾ സപ്പോർട്ട് കൂടി തന്നെ കാല് വെക്കാൻ ശ്രമിക്കാം. നമ്മുടെ ബാക്കിലെ കാലാണ് സ്ട്രെച്ച് കൊടുക്കേണ്ടത്, ഈ ഭാഗം മൊത്തം. നമ്മുടെ പെൽവിക്ക് നേരെയാക്കി വെക്കാം. ഷോൾഡർ ബാക്ക് ചെയ്യാം. Tucking your abdomen. Bench and hold. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. റിലാക്സ്. നമുക്ക് ബെൻഡ് ചെയ്യാം. 1, 2, 3, 4, 5. പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ പെൽവിക്ക് സ്ട്രൈറ്റ് ചെയ്ത് തന്നെ ശ്രമിക്കാം. 6, 7, 8, 9, 10. റിലാക്സ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഓക്കെ, നമുക്ക് മാറ്റിലേക്ക് ഇരിക്കാം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബദ്ധകോണാസനാണ്. ബട്ടർഫ്ലൈ പോസ് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കാൽ രണ്ടും ഈ രീതിയിലേക്ക് കൊണ്ടുവരാം. കൈ രണ്ടും ഉള്ളിലേക്ക് കാൽപാദം ക്ലബ് ചെയ്യാം. ഓക്കെ, ടക്ക് ഇൻ യുവർ അബ്ഡോമൻ. ഷോൾഡർ ബാക്ക് ചെയ്യാം. സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. സ്റ്റാർട്ട്.
1 മിനിറ്റ് അധികം ചെയ്യാം. കുറച്ച് സ്പീഡിൽ ഫോഴ്സ് കൊടുത്ത് ചെയ്യാം. ഓക്കെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. ഓക്കെ, അതിനടുത്തത് ശിശുപാലാസന ചെയ്യാം. ഈ രീതിയിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെറുതായി ഈ രീതിയിലേക്ക് പിടിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് കൊണ്ടുവരാം. കാല് സ്റ്റാർട്ട്. ഒന്നെങ്കിൽ കാല് സ്ട്രൈറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാം. Okay, change other side. നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ശ്വാസം നല്ലപോലെ എടുത്തു വിടാം. അതിനടുത്ത് നമ്മൾ ഇരിക്കാൻ പോകുന്നത് മലാസനയാണ്. നമ്മൾ ഡെയിലി 1 മിനിറ്റ് 2 മിനിറ്റെങ്കിലും ഈ രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കാം. നല്ലൊരു പോസ്റ്ററാണ് ഇത്. ഓക്കെ, ഈ രീതിയിലേക്ക് ഇരിക്കാം. ഹോൾഡ് ചെയ്യാം. നമ്മുടെ കാൽപാദം പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ ബോഡി സ്ട്രെയിറ്റ് ചെയ്തിരിക്കാം. ഹോൾഡ്. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്തു വിടാം. നമ്മളൊരു കൈ സപ്പോർട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലേക്ക് വെക്കുന്നത്. കൈ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഹിപ്പ് ഇവിടെ ഈ ഭാഗത്തേക്ക് കുറച്ചും കൂടി ഓപ്പണിങ് കിട്ടും, ഹിപ്പിന്റെ ഭാഗത്ത്. എണീക്കാൻ ശ്രമിക്കാം, ഇരിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ഈ രീതിയിൽ ചെയ്യാം. നമ്മൾ മലാസനയിൽ ഇരിക്കാം. ഓക്കെ, 2 കൈയും മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. 1, 2, 3. കാൽവിരൽ പിടിച്ചു തരും, അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ്. മലാസന. മലാസനയിൽ നിന്നിരിക്കാം. Breathe in, breathe out. റിലാക്സ്. കാല് നീട്ടിയിരിക്കാം. ലൂസ് ചെയ്ത് വിടാം കാല്.
ഓക്കെ, ഇനി കാൽപാദം നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. ലൂസാക്കി വിടാം. ഓക്കെ, റൊട്ടേഷൻ ചെയ്യാം 2 കാലം ഒരുമിച്ച്. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് റിവേഴ്സ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ലൂസാക്കി വിടാം. റിലാക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, കാലുകൾക്കിടയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. കാൽപാദം നല്ലപോലെ ആക്റ്റീവ് ചെയ്ത് വെക്കാം ഉള്ളിലേക്ക്. ഓക്കെ, ഇനി കൈ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. പറ്റാവുന്ന അത്രയും പോവാം. അതായത് നിങ്ങളുടെ റേഞ്ച് ഈ രീതിയിലാണെങ്കിൽ, ഇവിടെ സ്ട്രെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്തേക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന റേഞ്ചിലേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെയാണ് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്ത് കാൽ രണ്ടും ആക്റ്റീവ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിൽക്കാം. ബ്രീത്തിങ് നോർമൽ, നേരെ നോക്കാം, ഹോൾഡ്. ഓക്കെ, പറ്റുന്ന ആൾക്കാർ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ നിൽക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ ഭാഗത്ത് നല്ലപോലെ സ്ട്രെച്ച് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം നല്ലപോലെ എടുത്തുവിടാം. ഓക്കെ, ഒരു സെറ്റും കൂടി ചെയ്യാം. മുന്നോട്ടേക്ക് കൊണ്ടുപോവാം, ഹോൾഡ് ചെയ്യാം. നമുക്ക് താഴോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട, ഈ രീതിയിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Slowly release. Breathe in, breathe out. Okay, relax. ശ്വാസം നല്ലപോലെ എടുത്തു വിടാം. Breathe in, breathe out. Inhale and exhale. ഓക്കെ, നമുക്ക് അടുത്തത് ബ്രീത്തിങ് ചെയ്യാം. ബ്രീത്തിങ് പോസ്റ്റിലേക്ക് വെക്കാം. 3 രീതിയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വജ്രാസന, ദണ്ഡാസന, ക്രോസ് ലെഗ് പൊസിഷൻ. നിങ്ങൾക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിലേക്ക് ഇരിക്കാവുന്നതാണ്. ദണ്ഡാസനിൽ ഇരിക്കുന്ന ആള് ബോൾ സപ്പോർട്ടോടെ ഇരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ബട്ടക്സ് ബോളിലേക്ക് പ്രസ് ചെയ്ത് ഇരിക്കുന്ന രീതിയിലേക്ക് ഇരിക്കാം. എന്ത് രീതിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ ബോൾ സപ്പോർട്ടോടെ ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഗ്രാജുവലി ആയി ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് ഇരിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി സിറ്റിംഗ് പോസ്റ്റിലേക്ക് ഇരിക്കാം. ഹാൻഡ്സ് ഇൻ ധ്യാൻ മുദ്ര. നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിലേക്ക് വെക്കുന്നത്. ഓക്കെ, neck in your abdomen, shoulder back, straight your spine. നമ്മൾ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്ററും കൂടി കറക്റ്റ് ആണോ എന്ന് നോക്കാം. Breathe in, breathe out. Slow, soft inhale.
and slow, soft exhale. Take a deep breath. Inhale. Slowly exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Relax. Breathe in, breathe out. നല്ലപോലെ ശ്വാസം എടുത്ത് വിടാം. And drop your arms. കൈ രണ്ട് നല്ലപോലെ rub ചെയ്യാം. Feel the energy. Feel the warmth. Hug yourself. നമ്മളെ തന്നെ hug ചെയ്യാം. Again drop your arms. കൈ നല്ലപോലെ ചൂടായതിനു ശേഷം കപ്പ് ഷേപ്പ് സംസ് ആക്കിയിട്ട് കണ്ണിന് മുകളിലേക്ക് വെക്കാം. Slowly blink your eyes. ചെവിയുടെ ഭാഗവും കഴുത്തൊക്കെ മസാജ് ചെയ്തുകൊണ്ട് കൈകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചോണ്ട് പതിയെ കണ്ണോട് കൊടുക്കാം. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് അറിയാനുണ്ടെങ്കിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.